ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, മേൽമണ്ണാണ് നമ്മൾ സാധാരണയായിട്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ചിലരൊക്കെ വീടെടുത്തിരിക്കുന്നത് മേൽമണ്ണൊക്കെ കിളച്ച് മാറ്റിയതിന് ശേഷം അടിത്തട്ടിലായിരിക്കും വീടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യത്തെ 1-2 വർഷമൊക്കെ നമുക്ക് ചെടികളൊക്കെ നന്നാവാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പറയുക എന്ന് വെച്ചാൽ, മണ്ണ് നല്ലതല്ല, അതുകൊണ്ട് കൃഷി നന്നാവുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഏത് തരം കട്ട പിടിച്ചു കിടക്കുന്ന ചെവിടി മണ്ണായാലും നമ്മുടെ കളിമണ്ണ് പോലുള്ള മണ്ണായാലും എങ്ങനെ പെട്ടെന്ന് നമുക്ക് കൃഷിയോഗ്യമാക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു മണ്ണ് നിങ്ങൾ കണ്ടില്ലേ, ഇത് ഞാൻ പഴയ കൃഷി കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്രോ ബാഗിലുള്ള മണ്ണ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇവിടെ കുമ്മായവുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊരു 5-10 ദിവസമായി. ഇനിയിപ്പോൾ ഒരു 5 ദിവസവും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പുതിയ ഗ്രോ ബാഗിലോട്ട് ഈ മണ്ണ് ചേർത്തിട്ട് കൃഷി ചെയ്യുവാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലുള്ള ഇളക്കമുള്ള മണ്ണിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്താൽ വിജയിക്കുകയുള്ളൂ. നമുക്കിതിവിടെ വീണ്ടും കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ജൈവാംശം ഒട്ടുമില്ലാത്ത ചെവിടി മണ്ണാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വായുസഞ്ചാരവുമില്ല, യാതൊരുവിധ വളക്കൂറുമില്ലാത്ത മണ്ണാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ നീർവാർച്ചയും ഉണ്ടാവില്ല, വേരുകൾ അഴുകിയിട്ട് ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുക. കൂടാതെ വിത്തുകളൊന്നും തന്നെ ഒരിക്കലും മുളക്കുകയും ചെയ്യില്ല. ഇത് ഞാൻ എടുത്തിട്ട് കണ്ടില്ലേ, ഭയങ്കര സ്റ്റിക്കിയാണ്. ഇത് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഉണ്ട ഉരുട്ടുവാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇത്തരം കൃഷിയോഗ്യമല്ലാത്ത മണ്ണിനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കൃഷിയോഗ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലുള്ള മണ്ണ് നമ്മുടെ പറമ്പിലുള്ളതാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദിവസേനയുള്ള ജൈവ മാലിന്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതുപോലുള്ള മണ്ണിൽ കുഴിയെടുത്ത് അതിലിട്ട് മൂടുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ മറന്നേക്കുക. അപ്പോൾ 5-6 മാസം കൊണ്ട് ആ കുഴിച്ചിട്ട ഭാഗത്തെ മണ്ണ് നല്ലൊരു വായുസഞ്ചാരമുള്ളതും നല്ല ജീവാംശമുള്ളതുമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ യാതൊരു വേസ്റ്റും നമ്മൾ എവിടെയും കൊണ്ട് കളയാതെ ഇത്തരം മണ്ണിൽ നമ്മൾ കൊണ്ട് കുഴിച്ചിടുകയാണ് വേണ്ടത്. അപ്പൊ 2 ഗുണങ്ങളാണുള്ളത്. അതായത് നമ്മുടെ മണ്ണിനെ നന്നാക്കുവാനും സാധിക്കും, അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവും നമുക്ക് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇത്തരം കട്ട പിടിക്കുന്ന ചെവിടി മണ്ണ് നല്ല കൃഷിയോഗ്യമാക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മൾ പറമ്പൊക്കെ വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന പുല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, കളപ്പുല്ലുകൾ, അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ചെവിടി മണ്ണിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടണം. പിന്നെ അതുപോലെ തന്നെ കരിയിലകൾ കാണുന്നില്ലേ, കരിയിലകൾ അതൊക്കെ നമ്മൾ കുഴിച്ചിടണം. ഇതൊക്കെ ഞാൻ കമ്പോസ്റ്റ് ആക്കുവാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ഇതാ വാഴ, നമ്മൾ കൊല വെട്ടിയിട്ടാകുമ്പോൾ ഈ വാഴയുടെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ചെവിടി മണ്ണിൽ കുഴിച്ചിടണം. ഇങ്ങനെയുള്ള വാഴേൻ്റെ വേസ്റ്റൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് മണ്ണിരയുടെ വംശവർദ്ധന ഉണ്ടാവുകയും മണ്ണൊക്കെ നല്ല വായുസഞ്ചാരമുള്ളതായി തീരുകയും ചെയ്യും. തെങ്ങോല പോലും നമുക്ക് ഇതുപോലെ കുഴിച്ചിടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കട്ടിയാകുന്ന മണ്ണ് പല കളറിലും നമുക്ക് ഭൂപ്രകൃതി അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം മണ്ണിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് തന്നെ കറുത്ത നിറത്തിലുണ്ടാവും, ചുവന്ന നിറത്തിലുണ്ടാവും. അപ്പോൾ നിറങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെ വളരെ സ്റ്റിക്കി ആയിരിക്കും. വെള്ളം ഒഴിച്ചാൽ നീർവാർച്ച ഉണ്ടാവില്ല. മഴക്കാലത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ കാലക്രമേണ മണ്ണ് നന്നാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്. അപ്പോൾ ഇത്തരം മണ്ണിനെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് കൃഷിയോഗ്യമാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മണ്ണ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചകിരി ചോറ് എടുത്തിട്ടുണ്ട്. മണ്ണിന്റെ സെയിം അളവിലാണ് എടുത്തത്. അടുത്തതായിട്ട് സെയിം അളവിൽ മണ്ണിര കമ്പോസ്റ്റ് ആണ് എടുത്തത്. അപ്പോൾ മണ്ണിര കമ്പോസ്റ്റിന് പകരം നമുക്ക് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം എടുക്കാം, ഉണങ്ങിപ്പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ NPK മൂലകങ്ങളും സെക്കൻഡറി മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും അമിനോ ആസിഡ്സും എൻസൈംസും വിറ്റാമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ടാകും. കാരണം നമ്മൾ വിവിധ ഇനം പച്ചക്കറികളുടെ വേസ്റ്റും മുട്ടത്തോട്, ചായച്ചണ്ടി, പഴത്തൊലി ഇവയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈവശം എന്തൊക്കെയാണ് വെജിറ്റബിൾ വേസ്റ്റുകൾ ഉള്ളത്
അതൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം ഈ ഒരു കമ്പോസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ മണ്ണിൻ്റെ 1/3 ഭാഗം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റണം. 1/3 ഭാഗം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം പകരമായിട്ട് ആറ്റുമണൽ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ എത്രയാണോ മണ്ണ് എടുത്തത് അതിൻ്റെ 1/3 ഭാഗം എടുത്ത് മാറ്റിയതിന് ശേഷം അതിന് പകരമായിട്ട് കുറച്ച് ആറ്റുമണൽ ചേർത്ത് കൊടുത്ത്. അപ്പോൾ ആറ്റുമണൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എംസാൻഡ് കിട്ടുകയാണെങ്കിൽ എംസാൻഡ് കഴുകിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം തൈരി മാത്രം നമുക്ക് ഈ മണ്ണിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നില്ല. അതുപോലെ നമ്മൾ കടൽക്കരയിലൊക്കെ പോയാൽ കിട്ടുന്ന മണലും നമുക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ കഴുകണം. ഇപ്പോൾ രസം ഉണ്ടാവും അതിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മണലുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, കുറച്ച് മണൽ ചേർക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ മണ്ണിൻ്റെ ഒരു ഘടനയൊക്കെ മാറി. ഈ കട്ടകളൊക്കെ ആയിട്ട് ഈ മണൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ മണൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല, സിമെൻറ്റ് പോലെ കട്ടിയായി പോകും. അപ്പോൾ ഈ ഒരു ചെവിടി മണ്ണൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ സിമെൻറ്റ് കട്ട പോലെ ഉറച്ചു പോകും. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പോലും ചെടികളൊക്കെ വാടിക്കിടക്കുന്നത് കാണുമ്പോൾ എന്താണെന്ന് നമ്മൾ വിചാരിക്കും. ഇതിൻ്റെയൊക്കെ കാരണം നീർവാർച്ചയില്ലാത്ത ഇത്തരത്തിലുള്ള മണ്ണാണ്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കട്ട പിടിച്ച് കിടന്ന മണ്ണിനെ നമ്മൾ ഈ രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല വായുസഞ്ചാരമുള്ളൊരു മണ്ണായിട്ട് ഇതിപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മുടെ മണ്ണിൻ്റെ വായുസഞ്ചാരം കൂട്ടുവാനായിട്ട് നമുക്ക് ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില ചേർത്ത് കൊടുക്കാം, പിന്നെ ഉമി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചിപ്പിളിപ്പൊടി ഉണ്ടല്ലോ, ഈർച്ചമിൽ നിന്ന് കിട്ടുന്നത്, അത് നമുക്ക് മണ്ണിൻ്റെ വായുസഞ്ചാരം കൂട്ടുവാനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ണൊക്കെ നമ്മൾ കൃഷിയോഗ്യമാക്കി എടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ചെടി നടുന്ന സമയത്ത് നമുക്ക് അടിവളങ്ങളായ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതൊക്കെ നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഒരു ചട്ടിയിൽ നിറച്ചിട്ട് ഇതിൽ ഒരു വഴുതന ചെടി നട്ടുപിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുന്നതിന് മുന്നേ ഇതുപോലെ ഓട്ടും കഷ്ണം ഇടാൻ മറക്കരുത്, കാരണം നീർവാർച്ചയ്ക്ക് ഇത് അത്യാവശ്യമാണ്. അതിനുശേഷം ഈ മണ്ണ് നിറച്ച് കൊടുക്കാം. കരിയില നമുക്ക് ചട്ടിയുടെ താഴെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു വഴുതിന ചെടി നട്ടുപിടിപ്പിക്കാം. വെള്ളം നനച്ചു കൊടുക്കുക. ഇതുപോലുള്ള മണ്ണ് ലൂസാക്കി എടുക്കുവാനായിട്ട് മീൻ വേസ്റ്റ്, ഇറച്ചി വേസ്റ്റ്, ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ട് കുഴിച്ചിട്ടതിന് ശേഷമാണ് ഈ പാഷൻ ഫ്രൂട്ടൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചത്. കോവൽ കൃഷിയൊക്കെ നമുക്ക് ഇതുപോലെ ജൈവമാലിന്യങ്ങൾ കുഴിച്ചിട്ട് മണ്ണ് നന്നാക്കി എടുത്തതിന് ശേഷം നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. നിറയെ പൂവും കായ്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, കോവലിന്റെ തടത്തിലൊക്കെ മണ്ണ് ലൂസാക്കി എടുക്കാനും നല്ല ജൈവ സമ്പുഷ്ടി ഉണ്ടാകുവാനും ഞാൻ സ്ഥിരമായിട്ട് കുഴിച്ചെടുത്തൊരു സാധനമാണ് മീനിന്റെ വേസ്റ്റ്. കണ്ടില്ലേ, അപ്പൊ നല്ല രീതിയിൽ എയർ പോക്കറ്റ്സ് ഉണ്ടാകുവാനും നല്ല രീതിയിൽ വേരോടുവാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. കണ്ടില്ലേ, ഇതാ പെട്ടെന്ന് അത് അഴുകുന്നുണ്ട്. പൊടി രൂപത്തിൽ നല്ല ലൂസ് മണ്ണാകുന്നുണ്ടില്ല. അതുകൊണ്ട് നമുക്ക് ഏത് മണ്ണിലും ഇങ്ങനെയുള്ള കൃഷികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നിത്യവഴുതനയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റും നിത്യവഴുതന. അപ്പോൾ എല്ലാവരും ഇതുപോലെ മണ്ണ് നന്നാക്കി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൃഷി ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ഇനി ആരും മണ്ണിനെ കുറ്റം പറയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.